ഗായ്സ്, അപ്പോൾ ഞങ്ങൾ എന്താ പറഞ്ഞാൽ ഞങ്ങൾ സങ്കടകരമായ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ സങ്കടകരമായ ന്യൂസ് ഇന്നലെ, അതായത് ഞങ്ങൾ തോല് കെട്ടിയിട്ട് ഏകദേശം 7 ദിവസം വെച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ ചൂടാക്കായിരുന്നു. ഇപ്പോൾ ചൂടാക്കിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ജസ്റ്റ് ഒന്ന് ഡ്രം ഞങ്ങൾ അടിച്ചു നോക്കിയതാണ്. അവസ്ഥ കണ്ടതാ, പുതിയ ഡ്രം, അത് തോല് കെട്ടിയിട്ട് വെച്ചൊരു ഡ്രമ്മാണിത്. അതിൻ്റെ രോമം വരെ ഞങ്ങൾ എടുത്തിട്ടില്ല. കാരണം ഞങ്ങൾക്കിപ്പോൾ മറ്റൊന്ന പ്രോഗ്രാം കാശ് കൊടുത്തിട്ട് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ വാങ്ങട്ടെ. ഞങ്ങൾ പെട്ടുപോയതാ. കണ്ട, ഇതൊക്കെ പുതിയ ഡ്രാമ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലടാ, ഒന്നാകെ സങ്കടകരമായ വാർത്ത, നല്ല സങ്കടകരമായ. ഇതൊക്കെ വേറെ ഒന്നുണ്ട്, കാണിച്ചു തരാം. ഇതോ ഈ ഡ്രമ്മൊക്കെ കണ്ട, ഒന്നാകെ ഞങ്ങൾ പെട്ടിക്കാണ് പോകും. കണ്ട, ഇതിപ്പോ ഏകദേശം 1 2 3 4 5 ഡ്രം. ആകെ 5 ഡ്രം പറഞ്ഞാല് അതപ്പോ പൊട്ടെന്ന് പറയാനുണ്ട്. കാരണം പേടിച്ചിട്ട് അടിക്കാവുന്നതാണ് അതും. പിന്നെ ഇതൊക്കെ പേടിയാവുന്നുണ്ട്. കാരണം ഞാൻ വാങ്ങിയ സ്ഥലം പറയുന്നില്ല, കാരണം നിങ്ങൾ പെടാതിരിക്കുക, അത്രയാണ് ഞാൻ പറയുള്ളൂ. കാശ് വെറുതെ പോയി. ഞാൻ ചെറിയ പൈസ ആണെങ്കിൽ പ്രോഗ്രാം അടിച്ച് കിട്ടുന്ന പൈസ അല്ല. എന്താ പറയുന്നുണ്ട്, നഷ്ടക്കച്ചവടം കഴിച്ചു പെട്ടുപോയി എന്നാണ്. പെട്ടുപോയി. ഞങ്ങൾക്ക് 14 പ്രോഗ്രാം ഉണ്ട്. 14 സെപ്റ്റംബർ 4 പ്രോഗ്രാം ഉണ്ട്. ഞങ്ങൾ എന്താ ചെയ്യാൻ ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല കേട്ടാ. പെട്ടുപോയി. എല്ലാം പോയി. ഞങ്ങളെ കാശ് എങ്ങനെ പോയല്ലടാ, ഒന്നും പറയാനില്ല. തമിഴ്നാടിന്നൊക്കെ തോല് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ വാങ്ങുക. ഓക്കെ, നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ വൈറ്റ് തോല് മാത്രം വാങ്ങാൻ നിൽക്കുക. കാരണം ഞങ്ങൾ പെട്ട പോലെ ഒരിക്കലും പെടരുത്. ഏകദേശം ഞാൻ പറയാം, ഈ ഡ്രമ്മില്ലേ, ഏകദേശം ഈ ഡ്രം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷം 1.5 വർഷം ആ ഡ്രം ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇതുവരെയായിട്ട് ആ ഡ്രമ്മിന് ഒരു കംപ്ലൈന്റും ഇല്ല. പക്ഷെ തമിഴ്നാട് വാങ്ങിയത് പുതിയ ഫ്രഷ് തോലാണിത്. എല്ലാം പോയി. ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു ഉറപ്പില്ല. കാരണം ക്യാഷ് ഒക്കെ പോയി. അതിന് നല്ല ക്യാഷ് ഞങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. അതിന് കമ്പിയോട്ടെ എല്ലാത്തിനും പെട്ടുപോയിട്ടോ. സത്യങ്ങൾ വാങ്ങുമ്പോൾ ആൾക്കാരെ വിശ്വസിച്ചിട്ട് വാങ്ങുക, ഇല്ല നിങ്ങൾ പെട്ടുപോകും. സത്യം പറയാം. ഓക്കെ, ശരി, അപ്പൊ കാണാം.